ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1+2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. തുവ്വൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ കൃത്യമായ അളവുള്ള റോഡ് നേരിട്ട് കാണണമെങ്കിൽ കഷ്ടപ്പെടണം. തുവ്വൂർ ഗ്രാമപഞ്ചായത്തിലെ തെക്കുംപുറം ഹൈസ്കൂൾ റോഡാണ് വ്യാപകമായ കയ്യേറ്റം മൂലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. കാൽനടയാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിൽ പരാതിയുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയതോടെ പഞ്ചായത്ത് അധികൃതർ സ്ഥലപരിശോധന നടത്തി. നേരേക്ക് തരണമെന്നെ പറയാനുള്ളു. കൂടെ കുറെ ആൾക്കാർക്ക് റബ്ബർ വെട്ടാൻ പോകാനുണ്ട്. അതിനും കൂടി തടസ്സമായ രീതിയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഹൈസ്കൂൾ, മോയിക്കൽ, കമാനം, വഴിക്കടവത്ത് എന്ന പേരിൽ 358 മീറ്റർ നീളവും 3 മീറ്റർ വീതിയും ഈ റോഡിനുണ്ട്. ഇങ്ങനെയൊരു റോഡ് വില്ലേജ് രേഖകളിൽ ഇല്ലെന്നാണ് അധികൃതരുടെ നിലപാട്. ഇത് സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുമ്പോഴും റോഡ് അളന്ന് തിട്ടപ്പെടുത്തിയാൽ മാത്രം മതിയെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. മുൻപ് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി നിർമ്മാണ പ്രവർത്തികൾ നടത്തിയ റോഡാണിത്. തെക്കുംപുറം ഗാലക്സി ക്ലബ്ബ് നൽകിയ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വില്ലേജിന് കൈമാറുകയും തുടർന്ന് പരിശോധന നടത്തുകയും ചെയ്തു. വില്ലേജ് അധികൃതർ നടത്തിയ പരിശോധനയിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത് നാട്ടുകാരെ ആശങ്കയിലാക്കി. വില്ലേജ് രേഖകളിൽ ഇല്ലെങ്കിലും റോഡിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച അന്തിമ തീരുമാനം പഞ്ചായത്തിന് എടുക്കാമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ഈ തൂവൂർ സെൻട്രൽ ഭാഗത്തായിട്ട് പോലും ഈ റോഡിൽ നിന്ന് ഇടുങ്ങി കിടക്കുകയാണ്. മാത്രമല്ല ഇവിടെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള നമ്മളെ തൊടുകപ്പലത്ത് സംഭവിച്ച പോലെ ഒരു അന്വേഷണ സംഭവം നടക്കാൻ ഒരു സാഹചര്യമുള്ള സ്ഥലമായിട്ടാണ് പടം നിൽക്കുന്നത്. കുറച്ച് ഏരിയയിൽ ആളുകളും ഇല്ല, വണ്ടി പോകുന്നില്ല, നല്ലൊരു സ്വൈര്യ വ്യവഹാരമായിട്ട് കിടക്കുകയാണ്. അവിടെ എന്തും സംഭവിക്കുന്നുള്ള ഭാഗത്തിലാണ് കിടക്കുന്നത്. വാഹനങ്ങൾ ഓടിയിരുന്ന വഴിയിൽ പലയിടത്തും ഇപ്പോൾ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ള വീതി മാത്രമാണുള്ളത്. വാര്യത്ത് ഉന്നതി, ചെരക്കാക്കുഴി, തെക്കുംപുറം ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകാൻ പ്രധാനമായും ആശ്രയിക്കുന്ന വഴിയാണിത്. പഞ്ചായത്ത് റോഡ് തിരികെ പിടിക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോവുകയാണ്. തെക്കുംപുറം ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. റോഡിന്റെ ചില ഭാഗങ്ങളിൽ വീതി വൻതോതിൽ കുറഞ്ഞതായി അധികൃതർ സ്ഥിരീകരിച്ചു. റോഡിന്റെ ഇരുവശവുമുള്ള വ്യക്തികളുടെ അതിരുകൾ നിർണ്ണയിക്കാനാണ് റവന്യൂ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗം PM സിറാജ് പറഞ്ഞു. 320 വീതിയുമുള്ള ഒരു റോഡാണ് ഈ റോഡ്. തികച്ചും 107 മീറ്റർ മുൻ മെമ്പർ കോട്ടയിൽ കുട്ടി മജീദ് ആകുന്ന സമയത്ത് ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ടാറിംഗ് പ്രവർത്തനം നടത്തിയതാണ്. അതിനുശേഷം വെറും ഒരു 50 മീറ്റർ നീളത്തോളം വീതിയില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത വിധമാണ് ഈ റോഡ് കിടക്കുന്നത്. പ്രദേശവാസികൾക്കോ കുട്ടികൾക്കൊന്നും ഒരു വാഹനം പോലും കടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. നമുക്കറിയാം ഈ റോഡിൻ്റെ ഇവിടെയുള്ള വീതിയൊന്നും സെൻട്രലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മാത്രം ഇടുങ്ങിയ നിലയിലാണ്. ഈ ആളുകൾക്കെല്ലാം അറിയാം, ലോറി അതുപോലെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോയിരുന്ന ഒരു റോഡാണ് ഈ റോഡ്. ഇത് തിരിച്ചു പിടിക്കുന്നതിനായി ഗാലക്സി ക്ലബ്ബ് മുൻകൈ എടുത്തുകൊണ്ട് പ്രദേശവാസികളുമായി ചേർന്നുകൊണ്ട് ഒരു വലിയ പോരാട്ടം നടത്തുകയാണ്. നിയമപോരാട്ടം തുടരുമെന്ന് ഗാലക്സി ക്ലബ്ബ് അറിയിച്ചു. അതിർത്തി നിർണയിച്ചാൽ കയ്യേറ്റം കണ്ടെത്താൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.